അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രൈഡേ സ്പെഷ്യൽ സിമ്പിൾ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഇവിടെ റെസിപ്പിയുമായിട്ടാണ്. ഏറെക്കുറെ ആളുകളുടെ വീട്ടിലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണയായി ഗീ റൈസിൽ സവാളയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ചെറിയ ഉള്ളി കൊണ്ടാണ് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. 1/4 കിലോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റിയെടുക്കുക. ഇവിടെ ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കണം. ഗീ റൈസ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് നന്നായി ഒന്ന് ചൂടായാൽ ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നന്നായി കളറ് മാറി വരുന്നതോടെ ഇതിലേക്കായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കുക. അതും അവനവന് ആവശ്യമുള്ള അത്ര തന്നെ. ഇത് നന്നായി പൊങ്ങി വന്നാല്, മുന്തിരി നന്നായി വീർത്ത് വന്നാല് കോരി മാറ്റുക. പിന്നെ ഈ നെയ്യിലേക്കായിട്ട് 2 കഷ്ണം പട്ട, 7 ഏലക്ക, 8 9 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഒരു ചെറിയ കഷ്ണം തന്നെ ജാതിപത്രി, കുറച്ച് സാജീരകം, ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയിൽ ഈ നെയ്യ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാല് വല്ലാതെ അങ്ങ് മൂത്ത് പോവണ്ട, എന്നാലോ ചെറിയ രീതിയിൽ കളറൊന്ന് മാറുകയും വേണം. ആ രീതിയിലേക്കൊന്ന് വരണം. ഇത് മതി. ഇതാണ് അതിന്റെ പാകം. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ്, അതിന്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചെമ്പിന്റെ മൂടി കൊണ്ടൊന്ന് അടച്ചു വെച്ച് തിളക്കാനായിട്ട് മാറ്റി വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, അരി നേരത്തെ കഴുകി വെച്ചിരിക്കണം. വെള്ളം വാർന്നിരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കണക്ക് തെറ്റും. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കുക തിളക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കിയാൽ ഇതുപോലെ ഇരിക്കും. അരിയും വെള്ളവും ഒപ്പമായിരിക്കും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കണം. ഞാനിവിടെ പറയുന്ന ടൈം എൻ്റെ സ്റ്റൗവിൻ്റെയും ബർണറിൻ്റെയും അനുസരിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെയും ബർണറിൻ്റെയും വലിപ്പത്തിലും വ്യത്യാസം വരും. അപ്പോൾ അവനവനനുസരിച്ചിട്ടുള്ള ടൈം പാചകം ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. നോക്കി മനസ്സിലാക്കുക. ഈ പറഞ്ഞ ടൈമിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ചോറ് നന്നായി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന്റെ മൂടി കൊണ്ട് തന്നെ ഒന്ന് നന്നായി മൂടി വെച്ച് അതിന്റെ മുകളിലായിട്ട് ഒരു വെയിറ്റും വെച്ച് അങ്ങനെ ഇരിക്കട്ടെ അരമണിക്കൂറിന് ശേഷം ഇനി നമുക്ക് റൈസിന്റെ അടുത്തേക്ക് വരാം. അപ്പോഴേക്കും നമുക്ക് ഈ നെയ്ച്ചോറിലേക്കുള്ള കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ നന്നായി ഒന്ന് ചൂടായാൽ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിന് താഴെ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഈ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 3 സവാളയാണ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിനായിട്ട് ഈ സമയം തന്നെ ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ സവാള നന്നായി വേവണം, വെന്ത് കുഴയണം. പിന്നെ ഇതിലേക്കായിട്ട് 3 തക്കാളി, വലുതാണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 4 എണ്ണം കഷ്ണങ്ങളാക്കിയിട്ട് ഈ പറഞ്ഞ തക്കാളിയും എരിവിനനുസരിച്ചിട്ട് 2 3 4 പച്ചമുളകും കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക. ഈ സവാളയും തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു കുത്തുന്ന മണം ഉണ്ടല്ലോ, ആ മണം പോകണ വരെ ഒരു കുറഞ്ഞ സമയം നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളമാണ്. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക.
ഇതിലേക്കായിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു. ആ ഒഴിച്ച വെള്ളം പകുതിയായിട്ട് വറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്കായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 കിലോ ചിക്കനാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഈ ചിക്കൻ മസാലയുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. ഈ ചിക്കനിൽ ഇപ്പോൾ ഗ്രേവി കുറവായി തോന്നിയാലും ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലെ ചിക്കനിലെ വെള്ളം കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഗ്രേവി കൂടുതലായിട്ടുണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇതുപോലെ ഉണ്ടാവും. പക്ഷെ ഇത് വേവായിട്ടില്ല കേട്ടോ, ചിക്കൻ്റെ വേവായിട്ടില്ല. ഇതൊന്നുകൂടി ഈ ഗ്രേവി വറ്റി കിട്ടണം. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുക. ഈ കറിയിൽ ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ശകലം കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ ഉപ്പും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് വളരെ ചെറിയ തീയിലാണ് ഇനി വേവേണ്ടത്. അപ്പോഴാണ് കറി വറ്റി വരിക. ഇതുപോലെ ഇരിക്കും, ഇതുപോലെ വറ്റി വരണം. അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് കൂടുക. ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്ത ഉപ്പ് പാകമാണോ നോക്കുക. കറിക്ക് എപ്പോഴും ഒന്ന് മുന്നിൽ നിൽക്കണമല്ലോ ഉപ്പ്. ഇതുവരെ നമ്മൾ ഇതിലേക്കായിട്ട് കറിവേപ്പിലയോ പുതിന മല്ലിച്ചപ്പോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കുക. ഇനി സെർവ് ചെയ്യണ സമയത്ത് എടുത്താൽ മതി. നമ്മുടെ റൈസിന്റെ കാര്യം എന്തായെന്ന് നോക്കിയിട്ടില്ല ഇതുവരെ. ഒരു തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി മറിക്കുക. ഈ സമയം നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ച സവാളയും ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി മറിച്ചു കൊടുക്കുക. 1/2 കപ്പ് നെയ്യിലേക്ക് 1 ടീസ്പൂൺ നെയ്യിൻ്റെ കുറവേ ഉള്ളൂ ഇവിടെ വന്നിട്ടുള്ളത്. അത്രയും നെയ്യ് ഇതിൽ ഒഴിച്ചതാണ്. കൂടുതലായി നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒരു ശകലം കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി റൈസൊക്കെ അവനവൻ്റെ ആവശ്യാനുസരണം വിളമ്പിയെടുക്കാവുന്നതാണ്. അൽ ജുമാഅത്തി ഹജ്ജുൽ ഫുഖറായി അൽ മസാക്കീൻ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതക്കായിട്ട് നമ്മൾ എന്തെങ്കിലും കരുതണ്ടേ? ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടൊരു ചോറും കറിയും. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.